പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. വെൽക്കം ടു ഡേ 33. ഇന്ന് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണല്ലോ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക. ദി അൺമെർസിഫുൾ സെർവൻറ്റ്. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു കൊച്ചു കഥയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കൽ ഒരു മകൻ തൻ്റെ അപ്പനോട് ചോദിച്ചു, അപ്പൻ എന്തിനാണ് എപ്പോഴും ഇത്രയും നിശബ്ദനായിരിക്കുന്നത്? അപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ശബ്ദമുണ്ടാക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് പ്രവർത്തിക്കുന്നത്. ദൈവം സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ നിശബ്ദതയിലാണ്. സൈലന്റ് സ്ട്രെങ്ത് ഈസ് മോർ പവർഫുൾ ദാൻ ലൗഡ് വേഴ്സ്. യോസേപ്പ് പിതാവ് ബൈബിളിൽ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. പക്ഷേ തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തോടുള്ള അനുസരണം കാണിച്ചു തന്നു. ഈ വചനത്തിൽ നിന്നും തിരുനാളിൽ നിന്നും നമുക്ക് ഇന്നൊരു പ്രധാന കാര്യം പഠിക്കാം. വിശാലമായ ഹൃദയം, വിട്ടുവീഴ്ചയുള്ള സ്നേഹം, എ ഹാർട്ട് ഓഫ് മെർസി ആൻഡ് സൈലൻസ്. യേശു ഇന്ന് ക്ഷമയെക്കുറിച്ച് സംസാരിക്കുമ്പം 77 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യോസേപ്പ് പിതാവ്. മറിയത്തെക്കുറിച്ച് സംശയങ്ങൾ വന്നപ്പോൾ അവളെ അപമാനിക്കാനല്ല, മറിച്ച് രഹസ്യമായി ഉപേക്ഷിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. ഹി ചൂസ് മേഴ്സി ഓവർ ജഡ്ജ്മെന്റ്. പിന്നീട് ദൈവം ഇടപെട്ടപ്പോൾ ഒന്നും ചോദിക്കാതെ അദ്ദേഹം അത് ഏറ്റെടുത്തു. വലിയ കടങ്ങൾ ക്ഷമിക്കപ്പെട്ട നമ്മൾ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പിടിച്ചു വയ്ക്കരുത്. ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞതേ നടക്കൂ എന്ന വാശി കൊണ്ടാണ്. യോസേപ്പ് പിതാവിനെ പോലെ അല്പം സൈലന്റ് ആകാൻ നമുക്ക് കഴിയുമോ? മറ്റുള്ളവരുടെ തെറ്റുകൾ ആഘോഷമാക്കാതെ അവരോട് ക്ഷമിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കണം. ഇന്ന് നിങ്ങളുടെ ജീവിത പങ്കാളികളോടോ മക്കളോടോ ഉള്ള ദേഷ്യം ഒന്ന് മാറ്റിവെക്കാം. സെന്റ് ജോസഫ് പ്രൊട്ടക്റ്റഡ് ഹിസ് ഫാമിലി ത്രൂ സൈലൻസ് ആൻഡ് ഒബീഡിയൻസ്. ടുഡേ പ്രൊട്ടക്റ്റ് യുവർ റിലേഷൻഷിപ്പ് ത്രൂ ഫോർഗിവ്നെസ് ആൻഡ് പേഷ്യൻസ്. യോസേപ്പ് പിതാവിനെ പോലെ നിശബ്ദനായി സ്നേഹിക്കാം. യേശുവിനെ പോലെ ക്ഷമിക്കാം. Love silently like Joseph. Forgive endlessly like Jesus. ഈ ചിന്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആശംസകൾ. ഹാപ്പി ഫീസ്റ്റ് ഓഫ് സെയിൻറ്റ് ജോസഫ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.